ഹായ് ഡിയേഴ്സ്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നല്ലോണം പഴുത്ത പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവില്ലേ? ഇത് പാളയംകുടം പഴമാണ് കേട്ടോ. ഇതധികം പഴുത്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു ലുക്കും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതുകൊണ്ട് ഒരു അടിപൊളി ജാം ഉണ്ടാക്കി നോക്കാം. ആദ്യം കുക്കറിലേക്ക് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന നല്ല പഴുത്ത പഴം ചേർക്കാം. ഞാനിവിടെ ഒരു 15 പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളവും 4-5 കറിയാമ്പൂ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഒരു വിസിലടിച്ചാൽ മതി. ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്ക് ആവി വേഗം കളഞ്ഞെടുക്കാം. പഴമായതുകൊണ്ട് പെട്ടെന്ന് വേവും. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം. അരിച്ചെടുത്തിരിക്കുന്ന ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ ജാം ഉണ്ടാക്കുന്നത്. ഇത് മിക്സിയിലിട്ട് അടിക്കരുത്. മിക്സിയിലിട്ട് അടിക്കുമ്പോഴേക്കും ഈ പഴത്തിൻ്റെ ഒരു കറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ വെള്ളത്തിലേക്ക് വരും. അപ്പോൾ ജാമിൻ്റെ ടേസ്റ്റും കളറും ഒക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് വേവിച്ച് അരിച്ച് തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. കുറച്ച് സമയം എടുക്കും. നല്ലോണം തിളച്ച് പതെല്ലാം പൊങ്ങി വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്ക് ഒരു നാരങ്ങയുടെ നീര്, കുരുവില്ലാതെ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ നീര് ചേർത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ടോട്ടലി നമുക്കൊരു 3/4 മണിക്കൂറോളം എടുക്കും കേട്ടോ ഇത് കറക്റ്റ് ഇതിൻ്റെ ഒരു പരുവത്തിലേക്ക് വരാൻ വേണ്ടി. ഇതധികം ടൈറ്റ് ആവുന്ന പരുവത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ഇത് ചൂടാറാൻ വെക്കാം. 2 മണിക്കൂർ ചൂടാറിയ ശേഷം ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരും. ഇത് സെറ്റായി വരുമ്പോഴേക്കും ഇതിൻ്റെ കളറ് ശരിക്കും മിക്സ്ഡ് ഫ്രൂട്ട് ജാം പോലെ ഇരിക്കും. ഫസ്റ്റ് ടൈം ഞാനിത് ഉണ്ടാക്കിയപ്പോഴേക്കും ശരിക്കും എനിക്ക് മാജിക്കായിട്ട് തോന്നി. കാരണം പഴം കൊണ്ടുണ്ടാക്കിയ ജാമാണെന്ന് ഇത് ഒരിക്കലും പറയില്ലായിരുന്നു. അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും നമ്മൾ ഇപ്പോൾ കാണുന്നതിനും കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ ജാം. അതേപോലെ ഈ ജാം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ കുപ്പിയിലേക്ക് മാറ്റേണ്ടത്. അതും ചില്ലുകുപ്പിയിലേക്ക് വേണം മാറ്റാൻ. അങ്ങനെ നമ്മുടെ ജാം നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കറക്റ്റ് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇച്ചിരി ലൂസായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെച്ച് പറ്റിച്ചെടുത്താൽ കറക്റ്റ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ എന്തായാലും ഈ ജാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പഴത്തിൻ്റെ ജാം എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ എൻ്റെ മോന് ഏറ്റവും ഫേവറേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.